വേറെ കാര്യമുണ്ട്. ഇപ്പൊ സിനിമയില് ഭയങ്കര സൗഹൃദമൊന്നുമില്ല എന്നെ സംബന്ധിച്ച്. അതായത് യാത്ര തുടങ്ങി ഒരു പോയിന്റിലേക്കുള്ള യാത്ര, അവിടെ എത്തി, എല്ലാവരും പിരിഞ്ഞു. പിന്നെ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ നിർത്തിയോ അവിടെ തുടങ്ങാൻ പറ്റും. അതിപ്പോ ഞാനും നിഖിലയും ഇപ്പൊ ഇന്നിപ്പോ കണ്ടു വർത്താൻ പറഞ്ഞു പിരിഞ്ഞു, ഇനി ചിലപ്പോൾ അടുത്ത സിനിമയിലായിരിക്കും കാണുകയുള്ളൂ. പക്ഷെ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാൻ പറ്റും ഞങ്ങൾക്ക് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സൗഹൃദത്തിന്റെ ഇതിന്റെ മാക്സിമം ഇതിനകത്ത് ഡെപ്ത് കിടക്കുന്നത്. ബാക്കി ചിലപ്പോൾ കുറച്ച് പേരുണ്ടാവും ഈ യാത്രയിൽ എപ്പോഴും ഭയങ്കരമായിട്ട് കൂടെ കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്ന 1, 2, 3 പേരുണ്ടാവും. അല്ലാതെ അവരവരുടെ കാര്യമായിട്ട് അവരുടെ ജോലി. അല്ല, ഈ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തവരുണ്ടാവില്ലേ? നീ ഇപ്പൊ ഈ സെറ്റിൽ വർക്ക് ചെയ്തപ്പോ നിന്റെ ഭയങ്കര സൗഹൃദം കഴിഞ്ഞു അതൊരു 3 സിനിമ കഴിയുമ്പോ എല്ലാരും പഠിക്കുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നണില്ല, ആർക്കും ഞാൻ കണ്ടിട്ടില്ല അത്. അല്ല, ഞാൻ കൊറേ പരിഭവം പറയണവരെ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ അങ്ങനെയായിരുന്നു ആ സമയത്ത്, ഇപ്പൊ അവൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അല്ല, അത് അയാളുടെ സിനിമയുടെ എണ്ണത്തിന്റെ കുറവാ. അത് അയാളുടെ സിനിമയുടെ എണ്ണത്തിന്റെ തിരക്ക് ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവരുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇത് വെച്ചിട്ട് നമ്മൾ പുറത്തുള്ള ആൾക്കാരില്ലേ, ഇപ്പൊ ഞാൻ ഇപ്പൊ സിനിമയ്ക്ക് പുറത്തുള്ള എന്റെ ഒരു ഫ്രണ്ടിനെ അത് ചിലപ്പോ സംഭവിക്കും. സിനിമയുടെ ഉള്ളിൽ വളരെ കുറവാണ് അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. കൊറേ പിന്നെ ഇപ്പൊ ഞങ്ങൾ വളർത്തി വിട്ടതാണ്, എന്നിട്ട് ഇപ്പൊ അങ്ങനെ ആയി പോയി. അതിപ്പോ അത് സിനിമയിലല്ല, അത് എവിടെയാണെങ്കിലും ആൾക്കാർ പറയില്ലേ. സിനിമയുടെ മാത്രം പ്രശ്നമൊന്നുമല്ല. നമുക്ക് തിരക്കായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ കൂടുതൽ തിരക്കായി പോയി കഴിഞ്ഞാൽ മറ്റവർക്ക് എപ്പോഴും കൂടെ ഉണ്ടാവുമ്പോൾ അത് സംഭവിക്കാവുന്നതാണ്. അതെന്തായാലും പറയാം, അതൊരു പ്രകൃതിയുടെ നിയമമാണെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. അല്ലാണ്ട്